IPLിന്റെ ലേലവിളി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുംബൈ ഇന്ത്യൻസ് ഇതുവരെ ഒരു താരത്തെ പോലും വാങ്ങിച്ചിട്ടില്ല. ഒരുവിധം നല്ല കളിക്കാരെല്ലാം അവസാനിക്കാറായി. എല്ലാ പ്രാവശ്യവും മുംബൈ ടീം ഇങ്ങനെ തന്നെയാണ്. നല്ല കളിക്കാരെ വാങ്ങാതെ അവസാനം യുവതാരങ്ങളെ മാത്രം വാങ്ങും. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചത് CSK തന്നെയാണ്. അതുപോലെ RCB ടീമിനും മികച്ച താരങ്ങളെ കിട്ടി. കൊൽക്കത്തയും താരങ്ങളെ വാരിക്കൂട്ടി. അപ്പോൾ IPLിൽ ഓരോ ടീമുകളും വാങ്ങിയ താരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൊൽക്കത്തയുടെ സൂപ്പർ താരം വെങ്കടേഷ് അയ്യറിനെ റെക്കോർഡ് തുകയാണ് ലഭിച്ചിരിക്കുന്നത്. 23,75,00,000-നാണ് വെങ്കടേഷ് അയ്യരെ കൊൽക്കത്ത തിരിച്ചു വാങ്ങിയത്. വെങ്കടേഷിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന തുകയാണിത്. അതുപോലെ മാർക്കസ് സ്റ്റോയിനിസിനെ പഞ്ചാബ് വാങ്ങിച്ചിരിക്കുകയാണ്. 11 കോടി കൊടുത്താണ് സ്റ്റോയിനിസിനെ പഞ്ചാബ് സ്വന്തമാക്കിയത്. ഇതേസമയം മിച്ചൽ മാർഷിനെ ലക്നൗ വാങ്ങി 3,40,00,000. താരത്തിന് ഇത് കുറവ് തന്നെയാണ്. അതേസമയം പഞ്ചാബിന് വേണ്ടി ആരും തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. പഞ്ചാബിന്റെ ബേസ് പ്രൈസ് 2 കോടിയായിരുന്നു. ആരും വിളിക്കാത്തത് കൊണ്ട് CSK മാക്സ്വെലിനെ 2 കോടിക്ക് വിളിക്കാൻ ഒരുങ്ങി. ഈ സമയത്ത് മറ്റു ടീമുകൾ രംഗത്ത് വന്നു. ഒടുവിൽ മാക്സ്വെലിനെ പഞ്ചാബ് സ്വന്തമാക്കിയിരിക്കുകയാണ്. 4,20,00,000-നാണ് മാക്സ്വെലിനെ പഞ്ചാബ് വാങ്ങിച്ചിരിക്കുന്നത്. പണ്ട് പഞ്ചാബിന്റെ ടീമിലായിരുന്നു മാക്സ്വെൽ. പിന്നീട് ഫോമൗട്ടായിട്ട് അവരെ തട്ടിക്കളഞ്ഞതാണ്. പിന്നീട് RCBയിൽ വന്നു. RCBയിലും ഫോമൗട്ടായി. ശേഷം വീണ്ടും പഞ്ചാബിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതേസമയം ഡീകോക്കിനെ കൊൽക്കത്ത വാങ്ങിച്ചിരിക്കുകയാണ്. 3,60,00,000-നാണ് ഡീകോക്കിനെ കൊൽക്കത്ത സ്വന്തമാക്കിയത്. ശരിക്കും IPL ലേലത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് CSKയും പഞ്ചാബുമാണ്. അവരാണിപ്പോൾ ഒരുപാട് താരങ്ങളെ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. അതേസമയം മുംബൈ ടീം ആരെയും വാങ്ങിച്ചിട്ടില്ല. ഇങ്ങനെ തന്നെ മുംബൈ മുന്നോട്ട് പോയാൽ അവർക്ക് നല്ല താരങ്ങളെ ലഭിക്കില്ല. എന്തായാലും IPL ലേലം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 10:30 വരെ ലേലമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.